അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാദവാർഷിക പരീക്ഷയുടെ 3-ാം ക്ലാസ്സിലെ അഖീദയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. 1. ഖുർആനിൻ്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടു 23 വർഷം കൊണ്ട്. 2. യൂനാനി, ഗ്രീക്ക് ഭാഷ. 3. ഇബ്രാനി, ഹീബ്രു. 4. ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. 5. അള്ളാഹു ഇറക്കിയ ഏടുകൾ 100. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ചുമതലകൾ ഉള്ള മലക്കുകളുടെ പേരെഴുതാം. അതിലൊന്ന്, സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ, ഇസ്രാഫീൽ അലൈഹിസ്സലാം. 2. നരകം കാക്കൽ, മാലിക് അലൈഹിസ്സലാം. 3. റൂഹുകളെ പിടിക്കൽ, അസ്രായീൽ അലൈഹിസ്സലാം. 4. നന്മ തിന്മ എഴുതൽ, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പട്ടിക പൂർത്തിയാക്കി എഴുതാം. 3 കോളാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി നബിയുടെ പേരുകൾ, കിതാബിൻ്റെ പേര്, ഭാഷയുടെ. അതിലൊന്ന്, മൂസ അലൈഹിസ്സലാം. ഏത് കിതാബാണ്? തൗറാത്താണ് കിട്ടിയത്. ഏതാ ഭാഷ? ഇബ്രാനി. രണ്ടാമത്തത്, കിതാബിൻ്റെ കോളത്തിൽ സബൂർ എന്നുണ്ട്. അപ്പോൾ സബൂർ കിട്ടിയ നബിയുടെ പേരെന്താ? ദാവൂദ് അലൈഹിസ്സലാം. ഏതാ ഭാഷ? യൂനാനി. മൂന്നാമത്തെ കോളത്തിൽ സുരിയാനി എന്നുണ്ട്. സുരിയാനി ഭാഷയുടെ പേരാണ്. ഏത് കിതാബാണ് സുരിയാനി ഭാഷയിലുള്ളത്? ഇഞ്ചീൽ. അപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ കിതാബിൻ്റെ കോളത്തിൽ ഇഞ്ചീലാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ കോളത്തിൽ ഈസ അലൈഹിസ്സലാം, അതാണ് എഴുതേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 2 വീതം എഴുതാം. അതിലൊന്ന്, ഖുർആനോടുള്ള മര്യാദകൾ. കുറേ മര്യാദകളുണ്ട്. പുസ്തകത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. 1. ഖുർആനിൻ്റെ മീതെ ഒന്നും വെക്കാൻ പാടില്ല. ശുദ്ധി ഇല്ലാതെ ഖുർആനെ തൊടാൻ പാടില്ല. ശുദ്ധി ഇല്ലാതെ ഖുർആനെ ചുമക്കാൻ പാടില്ല. ഖുർആനിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. നിയമാനുസരണമല്ലാതെ ഖുർആനെ ഓതാനും പാടില്ല. ഇതൊക്കെ ഖുർആൻ്റെ മര്യാദകളാണ്. 2. മലക്കുകളുടെ വിശേഷണങ്ങൾ. അതിലൊന്ന്, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. അള്ളാഹുവിൻ്റെ മുഴുവൻ കൽപ്പനകളും അവർ അനുസരിക്കും. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അങ്ങനെ തുടങ്ങി ഏതെങ്കിലും 2 എഴുതാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, പൂരിപ്പിക്കാം. 1. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽ ഫുർഖാനുൽ അദീം, അല്ലെങ്കിൽ ഖുർആൻ ഷരീഫ്. 2. ഖുർആൻ അവതരിക്കപ്പെട്ടതോടെ മറ്റുള്ള കിതാബുകൾ ദുർബലപ്പെട്ടു പോയി. 3. ഒരു ബൈത്താണ്. മുൻകർനകീറും വാറഖീബും വാകദാ അതീദു മാലിക്കും വരിദ്വാനുൻ ഖുദാ. അത് പൂരിപ്പിച്ചു കൊടുക്കാം. അടുത്തത്, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇഹപര വിജയമാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ആശയം എഴുതാം. അതിൻ്റെ അർത്ഥം എഴുതാനുള്ളതാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിൻ്റെ അർത്ഥം, നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാം ആണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്തെല്ലാം അടങ്ങിയ ഗ്രന്ഥങ്ങളാണ്? അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥമാണ്.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിനെ കൂടുതൽ അറിയാനും ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.